വെൽക്കം ബാക്ക് ടു ഇൻജീനിയസ് അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള എറേഴ്സ് മൂലം ട്രയൽ ബാലൻസ് ടാലിയാകാതെ വരുമ്പോൾ ഡിഫറൻസ് വരുന്ന എമൗണ്ട്, ട്രയൽ ബാലൻസിൻ്റെ ഏത് എമൗണ്ട് കോളത്തിലാണോ ടോട്ടൽ ചെയ്യുമ്പോൾ കുറവ് എമൗണ്ട് വരുന്നത്, ആ കുറവ് വരുന്ന എമൗണ്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി ട്രയൽ ബാലൻസ് ടാലിയാക്കും. പിന്നീട് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് സസ്പെൻസ് അക്കൗണ്ടിലെ ബാലൻസ് അതാത് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് റെക്ടിഫിക്കേഷൻ്റെ പ്രൊസീജിയർ. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിൻ്റെ റെക്ടിഫിക്കേഷൻ പ്രൊസീജിയർ. അപ്പോൾ നമുക്കിന്ന് ഇത്തരത്തിലുള്ള കുറച്ച് എറേഴ്സിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് എഴുതാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ₹1000 നോട്ട് പോസ്റ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ₹1000. കറക്റ്റ് എഫക്റ്റ് വരേണ്ടിയിരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 1000 ടു മെഷീനറി അക്കൗണ്ട് 1000. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് എൻട്രി നോട്ട് പോസ്റ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മെഷീനറി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന എഫക്റ്റ് ഡെബിറ്റ് ആസ്പെക്ട് നോട്ട് പോസ്റ്റഡ് ആൻഡ് ടു മെഷീനറി അക്കൗണ്ട് 1000. ക്രെഡിറ്റ് ആസ്പെക്ട് കറക്റ്റായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്സ് ഈക്വലായി റെക്കോർഡ് ചെയ്തിട്ടില്ല. ഡെബിറ്റ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല, ക്രെഡിറ്റ് ആസ്പെക്ട് കറക്റ്റായി ₹1000 റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ദെൻ ഈ എറർ മൂലം ട്രയൽ ബാലൻസിൽ ₹1000 ഡിഫറൻസ് വരും. ₹1000 ഷോർട്ട് ഡെബിറ്റ് വരും. ആ ഡിഫറൻസ് അപ്പോൾ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത സമയത്ത് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നും ആ ബാലൻസ് കറക്റ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻട്രി വരുന്നതെന്ന്. ഇവിടെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് വന്നിട്ടില്ല. ആ കറക്റ്റ് ഡെബിറ്റ് നമുക്ക് കൊടുക്കണം. അതിനായി ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 1000. ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് സസ്പെൻസ് അക്കൗണ്ടിനെ ടു സസ്പെൻസ് അക്കൗണ്ട്. ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നും ₹1000 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഒരു എറർ മൂലം ട്രയൽ ബാലൻസിൽ എത്ര എമൗണ്ടിൻ്റെ ഡിഫറൻസ് ആണോ വന്നത് അത്രയും എമൗണ്ടിനായിരിക്കും സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യേണ്ടത്. ഇവിടെ ഈ എറർ മൂലം ട്രയൽ ബാലൻസിൽ ₹1000 ഡിഫറൻസ് ആയിരുന്നു വന്നിരുന്നത്. അത്രയും എമൗണ്ടിന് തന്നെയാണ് സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇൻ സെയിൽസ് ബുക്ക് ടോട്ടൽ ഓഫ് പേജ് നമ്പർ 4 വാസ് ക്യാരിഡ് ഫോർവേഡ് ടു പേജ് നമ്പർ 5 ആസ് ₹1000 ഇൻസ്റ്റെഡ് ഓഫ് 1200 ആൻഡ് ടോട്ടൽ ഓഫ് പേജ് നമ്പർ 8 വാസ് ക്യാരിഡ് ഫോർവേഡ് ടു പേജ് നമ്പർ 9 ആസ് ₹5600 ഇൻസ്റ്റെഡ് ഓഫ് 5000. ഇവിടെ സെയിൽസ് ബുക്കിൻ്റെ ടോട്ടൽ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് ക്യാരിഡ് ഫോർവേഡ് ചെയ്തപ്പോൾ എറർ സംഭവിച്ചിരിക്കുന്നു. ആദ്യത്തെ കേസിൽ പേജ് നമ്പർ 4 നിന്നും പേജ് നമ്പർ 5 ക്യാരി ഫോർവേഡ് ചെയ്തപ്പോൾ 1000 എന്നെഴുതി 1200 പകരം. അതായത് കറക്റ്റ് എമൗണ്ട് 1200 ആയിരുന്നു, ക്യാരി ഫോർവേഡ് ചെയ്തത് 1000. ₹200 കുറവാണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. -200 ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് പേജ്. ഇനി ടോട്ടൽ ഓഫ് പേജ് നമ്പർ 8 വാസ് ക്യാരിഡ് ഫോർവേഡ് ടു പേജ് നമ്പർ 9 ആസ് ₹5600 ഇൻസ്റ്റെഡ് ഓഫ് 5000. ഇവിടെ കറക്റ്റ് എമൗണ്ട് 5000 ആയിരുന്നു, ക്യാരി ഫോർവേഡ് ചെയ്തത് 5600. അതായത് ₹600 എക്സസ് എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു. +600 ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് പേജ്. ആദ്യത്തെ കേസിൽ -200 ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പേജ് ആൻഡ് സെക്കൻഡ് കേസിൽ +600 ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് പേജ്. ദെൻ നെറ്റ് ഇഫക്റ്റ് വരുന്നത് +400. അതായത് സെയിൽസ് ബുക്ക് ₹400 എക്സസ് എമൗണ്ട് കാണിക്കുന്നു, സെയിൽസ് ബുക്കിൻ്റെ ടോട്ടൽ. ദെൻ ഈ എറർ ഏത് അക്കൗണ്ടിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുക? സെയിൽസ് ബുക്കിൻ്റെ ടോട്ടൽ ഏത് അക്കൗണ്ടിലേക്കാണോ പോസ്റ്റ് ചെയ്യുക ആ അക്കൗണ്ടിനെ മാത്രമാണ് ഈ എറർ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് സെയിൽസ് അക്കൗണ്ടിന്. സെയിൽസ് ബുക്കിൻ്റെ ടോട്ടൽ സെയിൽസ് അക്കൗണ്ടിലേക്ക് മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്, സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക്. ദെൻ
ഇവിടെ നമ്മൾ 400 റുപ്പീസ് എക്സസ് എമൗണ്ട് സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തു. അതായത് സെയിൽസ് അക്കൗണ്ട് 400 റുപ്പീസിൻ്റെ എക്സസ് ക്രെഡിറ്റ് കാണിക്കുന്നു. ആ എക്സസ് ക്രെഡിറ്റ് ആണ് നമുക്കിപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടത്. ഈ എറർ മൂലം ട്രയൽ ബാലൻസിൽ 400 റുപ്പീസിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടാകും. സെയിൽസ് അക്കൗണ്ടിൽ മാത്രമാണ് ഈ എറർ എഫക്റ്റ് ചെയ്യുന്നത്. സെയിൽസ് അക്കൗണ്ടിൽ 400 റുപ്പീസിൻ്റെ എക്സസ് ക്രെഡിറ്റ് വന്നു. ദെൻ ട്രയൽ ബാലൻസിൽ അത്രയും എമൗണ്ടിൻ്റെ ഡിഫറൻസ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ 400 റുപ്പീസിൻ്റെ എക്സസ് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ആ എക്സസ് ക്രെഡിറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അതിനായി സെയിൽസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 400. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് സസ്പെൻസ് അക്കൗണ്ടിന്. ടു സസ്പെൻസ് അക്കൗണ്ട് 400. ഓക്കെ, നെക്സ്റ്റ് വൺ. Credit purchases from S&N Company rupees 5,000 were recorded through sales book. However, S&N Company were correctly credited. Credit purchases from S&N Company rupees 5,000. Correct effect വരേണ്ടിയിരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു S&N Company അക്കൗണ്ട് 5,000. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ട്രാൻസാക്ഷൻ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തു എന്നാണ്. അതായത് പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ബട്ട് S&N Company അക്കൗണ്ട് വെയർ കറക്റ്റ്ലി ക്രെഡിറ്റഡ്. സാധാരണ സെയിൽസ് ബുക്കിൽ നിന്നും പോസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ടി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കായിരിക്കും പോസ്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ S&N Company അക്കൗണ്ടിന് കറക്റ്റ് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, S&N Company അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റ് ആസ്പെക്റ്റ് വന്നിട്ടില്ല. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന എഫക്റ്റ് നോ ഡെബിറ്റ് ആസ്പെക്റ്റ് ടു സെയിൽസ് അക്കൗണ്ട് 5,000 ടു S&N Company അക്കൗണ്ട് 5,000. ഇവിടെ ഈ ട്രാൻസാക്ഷന് ഡെബിറ്റ് ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്രെഡിറ്റ് എമൗണ്ട് 10,000 വന്നിട്ടുമുണ്ട്. ദെൻ ഇവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഈക്വലായി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എറർ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ഈ എറർ മൂലം ട്രയൽ ബാലൻസിൽ 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരും. ദെൻ അത്രയും എമൗണ്ടിനായിരിക്കും നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യേണ്ടത്. നോക്കാം എങ്ങനെയാണ് എൻട്രി എഴുതേണ്ടതെന്ന്. ഇവിടെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നതിൽ S&N Company അക്കൗണ്ടിൻ്റെ 5,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് കറക്റ്റ് എഫക്റ്റ് ആണ്. സെയിൽസ് അക്കൗണ്ടിൻ്റെ 5,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് റോങ് ഇഫക്റ്റ് ആണ്. ആ റോങ് ഇഫക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അതിനായി സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 5,000. ഇനി പർച്ചേസസ് അക്കൗണ്ടിന് 5,000 റുപ്പീസിൻ്റെ ഡെബിറ്റ് വരേണ്ടതാണ്. അത് വന്നിട്ടില്ല. അത് കൊടുക്കാനായി പർച്ചേസസ് അക്കൗണ്ടിനെയും ഡെബിറ്റ് ചെയ്യാം. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 5,000. ദെൻ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് സസ്പെൻസ് അക്കൗണ്ടിനെ. ടു സസ്പെൻസ് അക്കൗണ്ട് 10,000. ഈ എറർ മൂലം ട്രയൽ ബാലൻസിൽ 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആയിരുന്നു. അത്രയും എമൗണ്ടിന് തന്നെയാണ് സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ rupees 5,000 പോസ്റ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട് ആസ് ₹500. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ rupees 5,000. കറക്റ്റ് എഫക്റ്റ് വരേണ്ടിയിരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്യാഷ് ഓർ പാർട്ടി അക്കൗണ്ട് 5,000. ഈ എഫക്റ്റ് ആയിരുന്നു ബുക്കിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ പർച്ചേസസ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫർണിച്ചർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. അതും 500 റുപ്പീസ്. ഫർണിച്ചർ അക്കൗണ്ടിനെ 5,000 റുപ്പീസിന് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം പർച്ചേസസ് അക്കൗണ്ടിനെ 500 റുപ്പീസിന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന എഫക്റ്റ് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ക്യാഷ് ഓർ പാർട്ടി അക്കൗണ്ട് 5,000. ഇവിടെയും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഈക്വൽ അല്ല. ഡെബിറ്റ് 500ഉം ക്രെഡിറ്റ് 5,000. ദെൻ ഈ എറർ ട്രയൽ ബാലൻസിൻ്റെ ഈക്വാലിറ്റിയെ എഫക്റ്റ് ചെയ്യും. ഈ എറർ മൂലം ട്രയൽ ബാലൻസിൽ 4,500 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരും. 5,000 മൈനസ് 500 അങ്ങനെ 4,500 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാമെന്ന് നോക്കാം. ഇവിടെ ഫർണിച്ചർ അക്കൗണ്ടിന് കറക്റ്റ് ഡെബിറ്റ് വന്നിട്ടില്ല. ദെൻ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5,000. ഇനി പർച്ചേസസ് അക്കൗണ്ടിൻ്റെ 500 റുപ്പീസിൻ്റെ റോങ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യണം.
ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാനായി നമുക്ക് പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ടു പർച്ചേസസ് അക്കൗണ്ട് 500. ഇനി ബാലൻസ് എമൗണ്ടിന് സസ്പെൻസ് അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യാം. ടു സസ്പെൻസ് അക്കൗണ്ട് 4500. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് 5000, ടു പർച്ചേസസ് അക്കൗണ്ട് 500, ടു സസ്പെൻസ് അക്കൗണ്ട് 4500. ഓക്കെ, ലാസ്റ്റ് വൺ. Repairs on machinery rupees 1600 were wrongly debited to machinery account as rupees 1000. Repairs on machinery rupees 1600. Correct effect? Repairs account at 1600 to cash account 1600. Cash transaction ആണെന്ന അസംഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ wrongly debited to machinery account എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പയേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, അതും 1000 റുപ്പീസിന്. റിപ്പയേഴ്സ് അക്കൗണ്ടിനെ 1600 റുപ്പീസിന് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം മെഷീനറി അക്കൗണ്ടിനെ 1000 റുപ്പീസിന് ഡെബിറ്റ് ചെയ്തു. ദെൻ ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന എഫക്റ്റ് മെഷീനറി അക്കൗണ്ട് അറ്റ് 1000 ടു ക്യാഷ് അക്കൗണ്ട് 1600. ഇവിടെയും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അമൗണ്ട്സ് ഈക്വൽ അല്ല, 600 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ദെൻ അത്രയും ഡിഫറൻസ് ട്രയൽ ബാലൻസിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. ഇവിടെ റിപ്പയേഴ്സ് അക്കൗണ്ടിന് കറക്റ്റ് ഡെബിറ്റ് കൊടുക്കണം. അതിനായി റിപ്പയേഴ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാം. റിപ്പയേഴ്സ് അക്കൗണ്ട് അറ്റ് 1600. ഇനി മെഷീനറി അക്കൗണ്ടിൻ്റെ 1000 റുപ്പീസിൻ്റെ റോങ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യണം. അതിനായി മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യാം. ടു മെഷീനറി അക്കൗണ്ട് 1000. ഇനി ബാലൻസ് എമൗണ്ടിന് സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ടു സസ്പെൻസ് അക്കൗണ്ട് 600. Rectification entry repairs account at 1600, machinery account to machinery account 1000, to suspense account 600. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.